വീണ്ടും കേന്ദ്രത്തെ പുകഴ്ത്തി കോൺഗ്രസ് നേതാവായ MP ശശി തരൂർ രംഗത്ത് വന്നിരിക്കുകയാണ്. പുതിയൊരു ലേഖനത്തിലാണ് കോവിഡ് കാലത്തെ കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ നയത്തെ തരൂർ പുകഴ്ത്തിയത്. വാക്സിൻ കയറ്റുമതിയിലൂടെ ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായ ഉയർന്നുവെന്ന് തരൂർ പറഞ്ഞു. കോവിഡ് കാല ഭീകരതകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ് ഇന്ത്യയുടെ അന്നത്തെ വാക്സിൻ നയതന്ത്രം. ഉത്തരവാദിത്തത്തിലും ഐക്യദാർഢ്യത്തിലും വേരൂന്നിയ അന്താരാഷ്ട്ര നേതൃത്വത്തിന്റെ ശക്തമായ ഉദാഹരണമായിരുന്നു അതെന്നും നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയ വാക്സിൻ മൈത്രി സംരംഭത്തെ പുകഴ്ത്തിക്കൊണ്ട് ദി വീക്കിൽ എഴുതിയ ലേഖനത്തിൽ തരൂർ പറഞ്ഞു. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA ഭരണകാലത്ത് വിദേശകാര്യ സഹമന്ത്രിയായി പ്രവർത്തിച്ചയാളാണ് ശശി തരൂർ. 2020-21 കാലത്തെ കോവിഡ് മഹാമാരിയെ നേരിടാൻ നരേന്ദ്രമോദി സർക്കാർ നടത്തിയ അന്താരാഷ്ട്ര നീക്കങ്ങളെയാണ് തരൂർ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തിരിക്കുന്നത്. കോവിഡ് കാലത്ത് 100-ലധികം രാജ്യങ്ങൾക്ക് വാക്സിനുകൾ നൽകുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പാക്കിയ സംരംഭമാണ് വാക്സിൻ മൈത്രി. ഇതിന്റെ ഭാഗമായി 2021 ജനുവരി 20 മുതൽ ഇന്ത്യ വാക്സിൻ വിതരണം ആരംഭിച്ചു. കോവിഷീൽഡ്, കോവാക്സിൻ എന്നീ വാക്സിനുകൾ നിർമ്മിച്ച് നേപ്പാൾ, ഭൂട്ടാൻ, മാലദ്വീപ്, ബംഗ്ലാദേശ്, ആഫ്രിക്കൻ രാജ്യങ്ങൾ, മ്യാൻമാർ എന്നിവ ഉൾപ്പെടെ 100-ലധികം രാജ്യങ്ങൾക്ക് ഇന്ത്യ ഇത് വിതരണം ചെയ്തു. സമ്പന്ന രാജ്യങ്ങൾ ചെയ്യാത്തത് ഇന്ത്യ ചെയ്തുവെന്ന് തരൂർ പറയുന്നുണ്ട്. വസുദൈവ കുടുംബകം എന്ന തത്വത്തിൽ വേരൂന്നിയ ആഗോള ഐക്യദാർഢ്യത്തിന് സർക്കാർ ഊന്നൽ നൽകിയെന്നും ഉപഭൂഖണ്ഡത്തിലെ മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനായി ഇന്ത്യക്ക് സാധിച്ചുവെന്നും തരൂർ ചൂണ്ടിക്കാട്ടി. കേവലം വാക്സിൻ നൽകുക മാത്രമല്ല, നേപ്പാൾ, മാലദ്വീപ്, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്ക് ഇന്ത്യൻ സൈനിക ഡോക്ടർമാരെ അയക്കുകയും ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിലുടനീളമുള്ള ആരോഗ്യ പരിപാലന തൊഴിലാളികൾക്കായി ഓൺലൈൻ പരിശീലനം നൽകുകയും ചെയ്തു. ഇതുവഴി ഇന്ത്യക്ക് ദീർഘകാല അന്താരാഷ്ട്ര സഹകരണത്തിന് അടിത്തറപാകാൻ സാധിച്ചതിനൊപ്പം തന്നെ അടിയന്തര ആരോഗ്യ ആശങ്കകൾ കൈകാര്യം ചെയ്യാൻ സാധിച്ചുവെന്നും തരൂർ പറയുന്നു. റഷ്യ-ഉക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ നിലപാടിനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ചർച്ചകൾക്കും പ്രധാനമന്ത്രിയെ പ്രശംസിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ പരാമർശങ്ങൾ. എന്നാൽ തരൂരിന്റെ വിവാദങ്ങളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ BJP MP ബൈജയന്ത് ജയപാണ്ഡയ്ക്കൊപ്പം വിമാനത്തിൽ നിന്നുള്ള ഒരു ചിരിക്കുന്ന സെൽഫി പങ്കുവച്ചതായിരുന്നു ഏറ്റവും ഒടുവിലത്തെ വിവാദം. ഒടുവിൽ നമ്മൾ രണ്ടുപേരും ഒരേ ദിശയിലേക്കെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുസൃതി ഒളിപ്പിച്ച അടിക്കുറിപ്പോടെ ജയപാണ്ഡ തന്നെയാണ് സെൽഫി Xൽ പോസ്റ്റ് ചെയ്തത്. എന്നാൽ ഇതിന് വ്യക്തവും കൃത്യവുമായ മറുപടി നൽകി ശശി തരൂർ പിന്നീട് അഭ്യൂഹങ്ങൾക്ക് വിരാമമിടുകയായിരുന്നു. ഭുവനേശ്വറിലേക്ക് മാത്രം വരുന്ന സഹയാത്രികൻ മാത്രമാണ് താനെന്നായിരുന്നു തരൂർ Xൽ തന്നെ ഇതിന് മറുപടി നൽകിയത്. നാളെ രാവിലെ ഞാൻ കലിംഗ ലിറ്റ് ഫെസ്റ്റിൽ പ്രസംഗിക്കുന്നുണ്ട്, ഉടനെ തിരിച്ചുവരും എന്നും തരൂർ പോസ്റ്റ് ചെയ്തിരുന്നു. BJPയുമായുള്ള വിമാനത്തിലെ കൂടിക്കാഴ്ച യാദൃശ്ചികം മാത്രമാണെന്നും രാഷ്ട്രീയമല്ല എന്നും വ്യക്തമാക്കിക്കൊണ്ടുള്ളതായിരുന്നു തരൂരിന്റെ മറുപടി. എന്നിരുന്നാലും ചെറുതെങ്കിലും ഒരു വിവാദത്തിലേക്ക് ആ പോസ്റ്റ് നയിച്ചിരുന്നു. മോദി യുക്രൈനും റഷ്യയ്ക്കും ഒരുപോലെ സ്വീകാര്യനായ നേതാവാണെന്നും നേരത്തെ പാർലമെന്റിൽ യുദ്ധവിഷയത്തിൽ ഇന്ത്യൻ നിലപാടിനെ എതിർത്തതിൽ ലജ്ജ തോന്നുന്നുവെന്നും ന്യൂഡൽഹിയിൽ നടന്ന റേസിന ഡയലോഗ് പരിപാടിയിൽ തരൂർ പറഞ്ഞിരുന്നു. അതിന് ആഴ്ചകൾക്ക് മുൻപാണ് തരൂർ കേരളത്തിലെ LDF സർക്കാരിന്റെ വ്യാവസായിക നയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. 2022 താൻ സ്വീകരിച്ച നിലപാട് തെറ്റായിരുന്നെന്നും ശശി തരൂർ പറഞ്ഞിരുന്നു. റഷ്യ-യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല എന്നതായിരുന്നു തരൂരിന്റെ മുൻപത്തെ വിമർശനം. ഇരു രാജ്യങ്ങളുടെ പ്രസിഡന്റുമായി സംസാരിച്ചതല്ലാതെ മോദി യാതൊരു നിലപാടും സ്വീകരിക്കുന്നില്ല എന്നും തരൂർ അന്ന് പറഞ്ഞിരുന്നു. ഈ നിലപാട് തെറ്റായിപ്പോയി എന്നാണ് തരൂരിന്റെ പുതിയ വാദം ഉയർന്നു വന്നത്. നേരത്തെ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടും തരൂർ മോദിയെ പുകഴ്ത്തിയിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രശംസയ്ക്ക് പിന്നാലെയായിരുന്നു തരൂരിന്റെ വാക്കുകൾ. മോദിയോട് വിലപേശൽ എളുപ്പമല്ല, അക്കാര്യത്തിൽ അദ്ദേഹം എന്നെക്കാളും കടുപ്പക്കാരനും മെച്ചപ്പെട്ടയാളുമാണ് എന്നായിരുന്നു ട്രംപിന്റെ പുകഴ്ത്തൽ. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ട്രംപ് അങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ അത് വെറുതെയാവില്ല എന്നതായിരുന്നു തരൂരിന്റെ മറുപടി. ശുഭമായതെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നും തരൂർ കൂട്ടിച്ചേർത്തിരുന്നു. തങ്ങളുടെ ജനങ്ങളെ നിങ്ങൾക്ക് അപമാനിച്ചയക്കാൻ കഴിയില്ല എന്ന് അടച്ചിട്ട മുറിക്കുള്ളിൽ മോദി തീർച്ചയായും ട്രംപിനോട് പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് താൻ കരുതുന്നതെന്നും അനധികൃതമായി കുടിയേറിയവരെ നിങ്ങൾക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചയക്കാം, ഞങ്ങൾ അവരെ നോക്കും, അവർ ഞങ്ങളുടെ പൗരന്മാരാണ്, കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയുമിട്ട് സൈനിക വിമാനത്തിൽ അവരെ അയക്കുന്നത് ശരിയല്ല എന്ന് മോദി കൃത്യമായി പറഞ്ഞിട്ടുണ്ടാകുമെന്ന് താൻ കരുതുന്നുവെന്നും വാസ്തവം അറിയില്ല എന്നുമാണ് തരൂർ കഴിഞ്ഞ മാസം 15-ാം തീയതി പ്രതികരിച്ചത്. അന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തുകയും പാർട്ടി വിരുദ്ധമായി സംസാരിക്കരുതെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അത് മുഖവിലക്കെടുക്കാതെ വീണ്ടും മോദിയെ പുകഴ്ത്തി തരൂർ രംഗത്തെത്തിയിരിക്കുകയാണ്. രാജ്യസഭയിലും ലോക്സഭയിലും അടക്കം കോൺഗ്രസ് നേതാക്കൾ മോദിക്കും കേന്ദ്ര സർക്കാരിനും BJPക്കുമെതിരെ വലിയ തരത്തിലുള്ള വിമർശനമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് വിരുദ്ധമായി മോദി സ്തുതി നടത്തുന്ന തരൂരിന്റെ നിലപാട് പാർട്ടിക്ക് വലിയ തലവേദനയായിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ ഒരു മുതിർന്ന നേതാവ് തന്നെ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നതിലൂടെ പാർട്ടി കടുത്ത പ്രതിരോധത്തിലാവുമെന്ന് വിവിധ നേതാക്കൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം അടിക്കടി വിവാദങ്ങൾ തലപൊക്കിയിട്ടും കോൺഗ്രസ് അനങ്ങുന്നില്ല.
കോൺഗ്രസിനെ ഏത് വിധേനയും ചൊടിപ്പിക്കാൻ ശ്രമിക്കുന്ന തരൂരിനെ BJP സ്ട്രോങ് ആയി വിളിക്കുന്നുമില്ല. ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നത് തരൂർ തന്നെയാണ്. കോൺഗ്രസിലാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു വിലയും കിട്ടുന്നില്ല, എന്നാൽ അതേസമയം തന്നെ BJPയിലേക്ക് പോകാനായി വണ്ടിയും കിട്ടുന്നില്ല. സ്വമേധയാ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ വിശ്വപൗരന് അർഹിക്കുന്നത് ലഭിച്ചില്ല എന്നും വരാം.